ഒരു ഹെയർ വാഷിന് ശേഷം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? മെയിനായിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പൂ, കണ്ടീഷണർ, മാസ്ക് എല്ലാ സംഭവങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു കാര്യവും ചെയ്യണം. പ്ലസ് ആഫ്റ്റർ നമ്മൾ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഹെയർ ഇങ്ങനെ ഡ്രൈ ആക്കില്ലേ, അതിന് മുന്നേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞട്ടെ. ട്രീറ്റ്മെന്റിന് ശേഷം എനിക്ക് അവർ പാർലറിൽ യൂസ് ചെയ്യുന്ന സീറാണ് എനിക്ക് പറഞ്ഞു തരാറ്. പക്ഷെ അതിൽ ഞാൻ കുറേ യൂസ് ചെയ്തിട്ടും എൻ്റെ മുടിയുടെ ആ ഡ്രൈനെസ് എനിക്ക് ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ സമയത്ത് തന്നെ ഒരു മാറ്റം എന്നുള്ളൂ. അതിനുശേഷം എനിക്ക് വലിയ മാറ്റം വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ യൂസ് ചെയ്യുന്ന ഈ ഒരു സിറം കൊണ്ട് എനിക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫേസിനെ പോലെ തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹെയർ. അതുകൊണ്ട് നമ്മൾ ഈ സിറം എന്തായാലും നമ്മൾ ഇത് തന്നെയല്ല, മാക്സിമം നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ നമ്മൾ സിറം യൂസ് ചെയ്യുന്നത് വളരെ നല്ലത്. കുറെ ട്രിക്ക് ഉണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഹെയർ വാഷ് ചെയ്യില്ലേ, ഷാമ്പു മസ്റ്റായിട്ട് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടീഷണറോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും മാസ്കോ ഇടുന്നതിന് മുന്നേ അല്ലെങ്കിൽ അതിന് ശേഷമോ ഈ ഒരു നനഞ്ഞ ഹെയറിൽ നമ്മൾ 2-3 ഡ്രോപ്പ് ഈ ഒരു സിറം എവിടെയാണ് നമ്മുടെ മുടിയുടെ കൂടുതൽ ഡ്രൈനസ് തോന്നുന്നത് അവിടെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്ത് കാണിക്കേ, സൂപ്പർ ചേഞ്ച്. ഈ കാണുന്ന ബയോലൈറ്റ്സിന്റെ സിറാട്ട ഞാൻ യൂസ് ചെയ്യുന്നത്. ഫ്രിസി ഹെയറിന് അടിപൊളി സിറ. അതുമല്ല, നമ്മൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം എന്തായാലും നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ മുടിയിൽ സിറം അപ്ലൈ ചെയ്തിരിക്കണം. കാരണം ഡ്രൈനെസ് എന്തായാലും ഉണ്ടാവും. നമ്മൾ ഉണങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് ആ ചേഞ്ചസ് നന്നായി മനസ്സിലാക്കാൻ പറ്റും. കാരണം ഹെയർ വാഷ് ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഫുൾ ആ ഒരു ഡ്രൈനെസ് മാറി കിട്ടില്ല. എൻ്റെ ഹെയറിന്റെ ചേഞ്ച് കണ്ടോ, അതാ പറഞ്ഞത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വേണ്ടവർ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറയട്ടെ.